ദൈവം കൽപ്പിച്ചിട്ട് നീന്തിയാലും മുങ്ങുമോ? യേശുവിൻ്റെ കൽപ്പനയനുസരിച്ച് പത്രോസ് കടലിന്മീതെ നീന്തി വരികയാണ്. കുറച്ചു സമയം നന്നായി നീന്തി. കുറച്ചു കഴിഞ്ഞപ്പോൾ പത്രോസ് താഴാൻ തുടങ്ങി. നന്നായി നീന്തിയ അത്രയും സമയം പത്രോസ് യേശുവിനെ മാത്രമാണ് ശ്രദ്ധിച്ചത്. എപ്പോൾ ലോകത്തെയും അന്തരീക്ഷത്തെയും കാറ്റിനെയും പ്രതിസന്ധിയെയും പത്രോസ് ശ്രദ്ധിക്കാൻ തുടങ്ങിയോ അപ്പോൾ മുതൽ താഴാൻ തുടങ്ങി. നാം നന്നായി യേശുവിൽ ശ്രദ്ധിക്കുമ്പോഴാണ് നമുക്ക് നന്നായി ശുശ്രൂഷിക്കാൻ കഴിയുന്നത്. നാം 5 കൊല്ലം നന്നായി ശുശ്രൂഷിച്ചു എന്നുള്ളതിൻ്റെ അർത്ഥം ആ 5 കൊല്ലം ശുശ്രൂഷയിൽ നാം യേശുവിനെ മാത്രമാണ് ശ്രദ്ധിച്ചത്. 6-ാം വർഷം നാം ശുശ്രൂഷയിൽ പരാജയപ്പെട്ടു തുടങ്ങി എന്നുള്ളതിൻ്റെ അർത്ഥം യേശുവിൽ നിന്ന് നമ്മുടെ ഫോക്കസ് മാറി നാം ലോകത്തെയും പിശാചിനെയും ശ്രദ്ധിക്കാൻ തുടങ്ങി. 5 കൊല്ലം നമ്മുടെ ശുശ്രൂഷയിൽ രോഗികൾ സൗഖ്യമായി എന്നുള്ളതിൻ്റെ അർത്ഥം ആ 5 കൊല്ലം യേശുവിലാണ് നാം ശ്രദ്ധിച്ചത്. 5 കൊല്ലം കഴിഞ്ഞ് 6-ാമത്തെ കൊല്ലം ആ ശുശ്രൂഷയിൽ രോഗികൾ സൗഖ്യമാകുന്നില്ല, ദൈവപ്രവൃത്തി വെളിപ്പെടുന്നില്ല എന്നുള്ളതിൻ്റെ അർത്ഥം യേശുവിൽ നിന്ന് ലോകത്തിലേക്കും സാമ്പത്തികതയിലേക്കും നമ്മുടെ ശ്രദ്ധ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അർത്ഥം. യേശുവിൽ തന്നെ നമുക്ക് ശ്രദ്ധ ചെലുത്താം. യേശുവിൽ മാത്രം നോക്കി നമ്മുടെ ശുശ്രൂഷയെ, നമ്മുടെ ജീവിതത്തെ ഈ ലോകത്തിൽ താണുപോകാതെ, വീണുപോകാതെ യേശുവിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നയിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.